ഹലോ ഫ്രണ്ട്സ്, സ്പോക്കൺ ഹിന്ദി വീഡിയോയുടെ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഒരു സ്ത്രീ ഒരു പുരുഷനോട് സ്വന്തം ട്രിപ്പിനെ പറ്റി സംസാരിക്കുന്നത് കേൾക്കാം, ഹിന്ദിയിലും മലയാളത്തിലും. ഈ പറഞ്ഞ സെന്റൻസുകൾ എങ്ങനെയാണ് ഹിന്ദിയിലേക്ക് മാറ്റുക? ഇവിടെ ഒരു സ്ത്രീ, ഇതർ ഏക് മഹിള, ഒരു പുരുഷനോട് ഏക് ആദ്മി സെ സ്വന്തം ട്രിപ്പിനെ പറ്റി അപ്ന ട്രിപ്പ് കെ ബാരെ മേ സംസാരിക്കുന്നത് കേൾക്കാം. बोलते हुए सुनेंगे സംസാരിക്കുന്നത് കേൾക്കാം, ഹിന്ദിയിലും മലയാളത്തിലും. ഹിന്ദി ഔർ മലയാളമേ. ഇത് ഇത്രയും വലിയ സെന്റൻസ് ഒന്നും നിങ്ങൾ ഇപ്പം പഠിക്കണമെന്നില്ല. എന്നാലും ഇതിൽ ഈ ചാനൽ കാണുന്നവർക്ക് കുറെ പേർക്ക് നന്നായിട്ട് ഹിന്ദി അറിയാം. അവരെ കമന്റിലൂടെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കുറെ പേര് നല്ലോണം ഹിന്ദി അറിയാവുന്ന. അവർക്കിത് പ്രാക്ടീസ് ചെയ്യാം. ബിഗിനേഴ്സിന് ലേശം ഇത്രയും ലോങ് സെന്റൻസ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾക്കറിയാം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതിലാണെന്നറിയാം, ഒരു എന്നുള്ള ഏക്ക് എന്ന് പറയും, സ്ത്രീ എന്നുള്ള മഹിള എന്ന് പറയാം, അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, പുരുഷന് ആത്മീ എന്ന് പറയാം. ഓക്കെ. പിന്നെ സ്വന്തം ട്രിപ്പ് അപ്പന ട്രിപ്പ് പറ്റി കെ ബാരേമേ സംസാരിക്കുക എന്നുള്ളതിന് ബാത് കർത്തേ ഹുവേ. കേൾക്കാം സുനേങ്കി, ഹിന്ദിയിലും മലയാളത്തിലും. ഹിന്ദി ഔർ മലയാളമേ. അപ്പൊ എത്ര സിമ്പിൾ ആണ് ഇത് ബ്രേക്ക് ചെയ്തങ്ങ് പറയുകയാണെങ്കിൽ. ഇവിടെ നമുക്കൊന്ന് ഓർഡർ മാറ്റി പിടിക്കുക. ആദ്യം ഹിന്ദിയിൽ പറയാം, എന്നിട്ട് അതിന്റെ മലയാളം നോക്കാം. ഇവിടെ ഇതർ, ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതർ അല്ലെങ്കിൽ യഹാ, രണ്ടിനും ഇവിടെ നിന്നിട്ടാൻ നമുക്കൊന്ന് ഹമേ ഓർഡർ മാറ്റി പിടിക്കുന്നതിന് ഓർഡർ ഒന്ന് മീൻസ് ഓർഡർ ബദൽക്കെ ദേക്കെങ്കി, മാറ്റി പിടിക്കുന്നതിന് ബദൽക്കെ ദേക്കെങ്കി. ആദ്യം ഹിന്ദിയിൽ പറയാം, പഹലെ ഹിന്ദി മേ ബോലെങ്കെ, എന്നിട്ട് ഉസ്കെ ബാദ് അതിന്റെ മലയാളം നോക്കാം. ഉസ്ക മലയാളം മീനിങ് ദേക്കെങ്കി, മലയാളം മത്ലബ് ദേക്കെങ്കി. മീനിങ് എന്ന് പറഞ്ഞാൽ മത്ലബാണ് കേട്ടോ. മത്ലബ് മീനിങ് എന്ന് പറഞ്ഞാലും തർജമ എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്ന് തന്നെയാണ്. ഏതായാലും കുറച്ചൊക്കെ നമുക്ക് ഇംഗ്ലീഷ് വേർഡ്സ് അറിയാത്തിടത്തൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യം ബിഗിനേഴ്സ് സംസാരിക്കുമ്പോൾ അറിയാത്തിടത്തൊക്കെ ഇംഗ്ലീഷ് വേർഡ് അറിയാവുന്നുണ്ടെങ്കിൽ അതങ്ങ് ചേർക്കണം. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. മലയാളം നമ്മൾ അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. തും അഗലെ ഹഫ്തെ ട്രിപ്പ് പർ ജാ രഹേ ഹോ ഹേന ഒരു ഹേ വിട്ടുപോയിട്ടുണ്ട് അവിടെ. തും അഗലെ ഹഫ്തെ ട്രിപ്പ് പർ ജാ രഹേ ഹോ ഹേന, നീ അടുത്ത ആഴ്ച ട്രിപ്പിന് പോവുകയല്ലേ. അകലെ ഹഫ്ത എന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച. ഇത് ഞാൻ ഈ താഴെ എഴുതിയ വേർഡ്സ് എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി ഞാനത് പറയില്ല ഒരു വീഡിയോയിലും. അതുകൊണ്ട് നിങ്ങളിത് ബൈഹാർട്ടാക്കി അങ്ങ് പഠിച്ചു വെക്കുക. അകല ഹഫ്ത, ഒരു സെന്റൻസ് കൂടെ ഒരു വേർഡെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നത്, വളരെ കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അകലെ ഹഫ്ത എന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച, അകല എന്ന് പറഞ്ഞാൽ അടുത്ത, ഹഫ്ത എന്ന് പറഞ്ഞാൽ ആഴ്ച. നീ അടുത്ത ആഴ്ച ട്രിപ്പിന് പോയില്ല. തും അഗലെ ഹഫ്ത ട്രിപ്പ് ജാ രഹേ ഹോ ഹൈന. ഹാ മേ സോമവാർ കോ സിംഗപ്പൂർ ജാ രഹാ ഹൂ. ഹാ എന്ന് പറഞ്ഞാൽ ഞാൻ തിങ്കളാഴ്ച സിംഗപ്പൂരിൽ പോവുകയാണ്. മേ ഞാൻ, സോമവാർ കോ തിങ്കളാഴ്ച, സിംഗപ്പൂർ ജാ രഹാ ഹോ സിംഗപ്പൂരിൽ പോവുകയാണ്. ഇമ്മീഡിയറ്റ് പീരീഡിൽ പോകുന്നതാണ് ജാ രഹാ ഹൂ. അല്ലെങ്കിൽ അത് കണ്ടിന്യൂസ് ടെൻസ് ആണ് കേട്ടോ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കേണ്ടതാണ്. പക്ഷെ തുടങ്ങിയിട്ടില്ലെങ്കിലും ജസ്റ്റ് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ജാ രഹാ ഹൂ എന്ന് പറയുന്നത്. സോമവാർ തിങ്കളാഴ്ച. മേ വഹാൻ 2 രാത് കെ ലിയെ രുക്കൂങ്ക, ഞാൻ അവിടെ 2 രാത്രി തങ്ങും. രുക്കൂങ്ക എന്ന് പറഞ്ഞാൽ സ്റ്റേ ചെയ്യുന്നതിനാണ് പറയാ. ഓക്കെ. ഐ വിൽ സ്റ്റേ ദർ ഫോർ 2 നൈറ്റ്സ് അങ്ങനെ പറയും. ഹിന്ദിയിൽ പറയും, ഇംഗ്ലീഷ് പറയുന്നതിനാണ് ഇത് പറയാ. ഞാൻ അവിടെ 2 രാത്രി തങ്ങും. മേ ഞാൻ, വഹാ അവിടെ, 2 രാത് കേലെ രാത്രി. രാത് കേലെ എന്ന് രാത്രിക്ക് വേണ്ടി എന്ന് പറയണ്ട. രാത്രി എന്ന് പറഞ്ഞാൽ തന്നെ അത് അണ്ടർസ്റ്റുഡ് ആണ്. അവിടെ 2 രാത്രി തങ്ങും. രുക്കൂങ്ക എന്ന് പറഞ്ഞാൽ ഐ വിൽ സ്റ്റേ ദർ മീൻസ് ഞാൻ അവിടെ സ്റ്റേ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ അവിടെ തങ്ങും, അല്ലെങ്കിൽ ഞാൻ അവിടെ താമസിക്കും, എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. ഉസ്കെ ബാദ് തും ഫിലിപ്പീൻസ് ജാ രഹേ ഹോ ഹേന. അവിടെ ഇടയ്ക്ക് ഞാൻ വിട്ടുപോയിട്ടുണ്ട്, സോറി. ഉസ്കെ ബാദ് തും ഫിലിപ്പീൻസ് ജാ രഹേ ഹോ ഹേന അവിടെ വെച്ചേക്കണം കേട്ടോ നിങ്ങൾ. അതിനുശേഷം നീ ഫിലിപ്പീൻസിൽ പോവുകയല്ലേ. അതിനുശേഷം ഉസ്കെ ബാദ്, അതിനുശേഷം നീ, തും ഫിലിപ്പീൻസ് എന്ന് പറഞ്ഞാൽ ഫിലിപ്പീൻസിൽ പോവുകയല്ലേ. ജാ രഹേ ഹോ എന്ന് പറഞ്ഞാൽ പോവുകയാണോ, പോവുകയല്ലേ എന്ന് ചോദിക്കണമെങ്കിൽ ജാ രഹേ ഹോ ഹേന അവിടെ വേണം. അന്നേരം അത് അല്ലേ എന്നുള്ളത് വരുള്ളൂ. അത് നിങ്ങൾ അങ്ങ് ചേർത്താൽ മതി. അതിനുശേഷം നീ ഫിലിപ്പീൻസിൽ പോവുകയല്ലേ. ഉസ്കെ ബാദ് തും ഫിലിപ്പീൻസ് ജാ രഹേ ഹോ ജാ രഹേ ഹോ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അല്ലേ എന്ന് ചോദിക്കാം ഹേന. ഹാ മേ ബുധവാർ കോ ഫിലിപ്പീൻസ് ജാവുങ്ക, അതെ ഞാൻ ബുധനാഴ്ച ഫിലിപ്പീൻസിൽ പോവും. ഹാ എന്ന് പറഞ്ഞാൽ അതെ. യെസ് ഐ വിൽ ഗോ ഓൺ വെനസ്ഡേ,
അങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാ. ഞാൻ ബുധനാഴ്ച ഫിലിപ്പീൻസിൽ പോകും. മേ ബുധവാർ കോ ഫിലിപ്പീൻസ് ജാവുങ്ക. ജാവുങ്ക എന്ന് പറഞ്ഞാൽ പോകും. ജാനാഹെ എന്ന് പറഞ്ഞാൽ പോകണം. ജാന എന്ന് പറഞ്ഞാൽ പോവുക. ജാനാഹെ പോകണം. ജാവുങ്ക പോവും. ഓക്കെ, ഞാൻ പോകും. അത് ഫ്യൂച്ചറിൽ വരാൻ പോകുന്നതാണ്. അതുകൊണ്ടാണ് ജാവുങ്ക പോകും. ദോ രാത് ബഹാർ രുക്കൂങ്ക. 2 രാത്രി അവിടെ തങ്ങും. ഇതൊക്കെ ഫ്യൂച്ചർ ടെൻസ് പറയുന്ന രുക്കൂങ്ക, തങ്ങും. അവിടെ എത്തിയാലല്ലേ തങ്ങാനുള്ളൂ, അവിടെ എത്തിയിട്ടില്ല. അതുകൊണ്ട് 2 രാത്രി അവിടെ തങ്ങും. ദോ രാത്ത്, 2 ദോ അറിയാം, രാത്രി അറിയാം, ബഹ അവിടെ, രുക്കൂങ്ക തങ്ങും. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്ന വേർഡ്സ് തന്നെയാണ്. ഒന്നൊരു കണ്ടിന്യൂറ്റിയിൽ അങ്ങ് ഉപയോഗിക്കാൻ പഠിച്ചാൽ മാത്രം മതി. എല്ലാം സിമ്പിൾ സെന്റൻസ് നിങ്ങളെ കൊണ്ടാവും. ഉസ്കെ ബാദ് ഘർ വാപ്പസ് ആവുങ്ക. അതിനുശേഷം വീട്ടിൽ തിരിച്ചു വരും. ഉസ്കെ ബാദ് അതിനുശേഷം, വീട്ടിൽ, ഘർ വാപ്പസ് ആവുങ്ക തിരിച്ചു വരും. ഉസ്കെ ബാദ് ഘർ വാപ്പസ് ആവുങ്ക അതിനുശേഷം വീട്ടിൽ തിരിച്ചു വരും. ഇവിടെയൊക്കെ കറങ്ങിയിട്ട് തിരിച്ചു വരും. വാപ്പസ് ആവുങ്ക തിരിച്ചു വരും. വാപ്പസ് ആവുങ്ക തിരിച്ചു വരും. തോ തും ശനിവാർ കോ മീട്ടി മേ ആ സക്കോഗെ ഹേന. അങ്ങനെയാണെങ്കിൽ, തോ എന്നുള്ളതിന്റെ തോ ഒരു ചെറിയ വേർഡ് ആണെങ്കിലും അതിന്റെ അർത്ഥം നോക്കുക. അങ്ങനെയാണെങ്കിൽ മലയാളത്തിൽ എഴുതുമ്പോൾ ഹിന്ദിയിൽ എഴുതുമ്പോൾ വ്യത്യാസം നോക്കി എത്ര വലിയ സെന്റൻസ് ആയി മാറുന്നു. നിനക്ക് ശനിയാഴ്ച മീറ്റിംഗിൽ വരാൻ പറ്റുമല്ലേ. തും ശനിവാർക്കോ നിനക്ക് ശനിയാഴ്ച മീറ്റിംഗിൽ ആ സക്കോഗെ വരാൻ പറ്റും. സക്ന എന്ന് പറഞ്ഞാൽ കഴിയുക. ഓക്കെ, വരാൻ കഴിയും അല്ലേ, വരാൻ കഴിയുമല്ലേ, വരാൻ പറ്റുമല്ലേ, കഴിയുന്നതിനാണ് സക്ന എന്ന് പറയും കേട്ടോ. നഹി മുझे മുംബൈ മേ ഏക് ദിൻ രുക്നാ പടേഗ. അപ്പൊ ഈ ആദ്മി പറയാ, ഇല്ല എനിക്ക് മുംബൈയിൽ ഒരു ദിവസം നിൽക്കേണ്ടി വരും. മുझे എനിക്ക് മുംബൈയിൽ ഏക് ദിൻ ഒരു ദിവസം, രുക്നാ പടേഗ സ്റ്റേ ചെയ്യേണ്ടി വരും, അവിടെ നിൽക്കേണ്ടി വരും. രുക്നാ പടേഗ തങ്ങേണ്ടി വരും. എനിക്ക് മുംബൈയിൽ ഒരു ദിവസം നിൽക്കേണ്ടി വരും. മുझे മുംബൈ മേ ഏക് ദിൻ രുക്നാ പടേഗ തങ്ങേണ്ടി വരും. എനിക്കൊരു ദിവസം മുംബൈയിൽ നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും മുംബൈയിൽ. മുംബൈ മേ ക്യോ രുക്നാ പടേഗ. എന്തിനാണ് മുംബൈയിൽ തങ്ങുന്നത്. എന്തിനാണ് മുംബൈയിൽ തങ്ങുന്നത്. മുംബൈ മേ ക്യോ രുക്നാ പടേഗ. മുംബൈ മേ ക്യോ രുക്നാ പടേഗ. മുംബൈയിൽ എന്തിനാണ് തങ്ങുന്നത്. എന്താ അവിടെ കാര്യം. മുംബൈയിൽ എന്തിനാണ് തങ്ങുന്നത്. മുംബൈ മേ ക്യോ രുക്നാ പടേഗ. എന്തുകൊണ്ട് അവിടെ പടേഗ എന്നൊക്കെ പറഞ്ഞാല് എന്താ പറയാ, അതിനെ ഒരു അവിടെ നിൽക്കേണ്ടി വരും, പോകേണ്ടി വരും, അങ്ങനെയുള്ള വേണ്ടി വരുന്നതിനാണ് പടേഗ എന്ന് ഉപയോഗിക്കുന്നത് കേട്ടോ. മേര ദാമാദ് ഉദർ ഹി രഹതാ ഹെ. മേര എന്റെ, ദാമാദ് എന്ന് പറയുന്നത് മോളുടെ ഭർത്താവ് കേട്ടോ, മകളുടെ ഭർത്താവ്, സണ്ണിൻലോ. ഇംഗ്ലീഷിൽ സണ്ണിൻലോ എന്ന് പറയും. മകളുടെ ഭർത്താവിന് ദാമാദ് എന്ന് പറയും, മോളെ ഭർത്താവ്. മേര ദാമാദ് എന്റെ മകളുടെ ഭർത്താവ്, ഉദർ ഹി രഹതാ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. എവിടെ, മുംബൈയിലാണ് താമസിക്കുന്നത്. അപ്പൊ വരുന്ന വഴിക്ക് മകളുടെ ഭർത്താവിന്റെ കൂടെ ഒരു ദിവസം താമസിക്കാനോ കാണാനോ ഇഷ്ടപ്പെടുന്നുണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞ മേര ദാമാദ് ഉദരി രഹതാ. ഉദരി എന്ന് പറഞ്ഞാൽ മുംബൈയിലാണ് താമസിക്കുന്നത്. അപ്പോ ഒരു ദിവസം അവന്റെ കൂടെ കഴിഞ്ഞിട്ട് വരാന്ന്. ഏക് ദിൻ ഉദർ ടഹർക്കെ രവിവാർ ശാം കോ വാപ്പസ് ആയേഗ. ഏക് ദിൻ ഒരു ദിവസം, ഉദർ അവിടെ, ടഹർന എന്ന് പറഞ്ഞാൽ അവിടെ താമസിക്കുന്നതിനാ പറയാ കേട്ടോ. അവിടെ താമസിച്ചിട്ട് ടഹർക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട്, രവിവാർ ശാം കോ ഞായറാഴ്ച വൈകുന്നേരം, രവിവാർ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച, ശാം കോ ഈവനിങ്ങിൽ, വൈകുന്നേരം, വാപ്പസ് ആയേഗ തിരിച്ചു വരും. വാപ്പസ് ആന എന്ന് പറഞ്ഞാൽ തിരിച്ചു വരിക. ഒരു ദിവസം അവിടെ ഇരുന്നിട്ട് ഞായറാഴ്ച വൈകുന്നേരം തിരികെ വരും. അതിന് ഹിന്ദിയിൽ പറയാ ഏക് ദിൻ ഉദർ ടഹർക്കെ, ഒരു ദിവസം അവിടെ നിന്നിട്ട്, രവിവാർ ശാം കോ ഞായറാഴ്ച വൈകുന്നേരം, വാപ്പസ് ആയേഗ തിരിച്ചു വരും. ടഹർന എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക, നിൽക്കുക. രുക്ന എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം തന്നെയാണ് അതിന്. തുമാര ടിക്കറ്റ് ബുക്ക് ഹോ ഗയാ ക്യാ. തുമാര നിന്റെ, ടിക്കറ്റ് ബുക്ക് ഹോ ഗയാ ക്യാ ബുക്കായോ, നിന്റെ ടിക്കറ്റ് ബുക്കായോ. ഇതൊക്കെ സിമ്പിൾ സെന്റൻസാ. നിങ്ങൾക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ ഇച്ചിരി ഒരു ഹിന്ദി അറിയുന്നവർക്കോ ഈ സെന്റൻസ് ഒക്കെ സ്വന്തം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി പറഞ്ഞു പഠിക്കണം. ഓക്കെ, പറഞ്ഞു പഠിക്കുക. ഹിന്ദി പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർ മാത്രമേ ഈ ചാനലൊക്കെ നോക്കുന്നു എനിക്കറിയാം. അപ്പൊ നിങ്ങളൊക്കെ അത് പഠിക്കാൻ ആഗ്രഹമുള്ളവർ നിങ്ങളെ കൊണ്ട് പറ്റും. हाँ वो तो कंपनी की तरफ से कर लिया है.
ഹാ അതെ. ബൗത്തോ ബോ എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് ബുക്കിങ്ങിനെ പറ്റിയാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ബൗത്തോ എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് ബുക്കിംഗ്. കമ്പനിക്ക് തരഫ്സെ കമ്പനിയുടെ സൈഡിൽ നിന്ന്, തരഫ്സെ എന്ന് പറഞ്ഞാൽ ആ സൈഡിൽ നിന്ന്, അവരുടെ പക്ഷത്ത് നിന്ന്, അവരുടെ പക്കൽ നിന്ന്, അങ്ങനെ പറയാം. കമ്പനിക്ക് തരഫ്സെ കമ്പനിയുടെ പക്കൽ നിന്ന് അല്ലെങ്കിൽ കമ്പനിയുടെ പക്ഷത്ത് നിന്ന്. കർ ലിയ ഹൈ ചെയ്തിട്ടുണ്ട്. എന്ത്? ടിക്കറ്റ് ബുക്കിംഗ് കമ്പനിക്കാർ ചെയ്തു തന്നിട്ടുണ്ട്. അതെ അത് കമ്പനിയുടെ സൈഡിൽ നിന്നും ചെയ്തിട്ടുണ്ട്. അതെ എന്നാൽ ഹാ അത് കമ്പനിയുടെ സൈഡിൽ നിന്ന് ചെയ്തിട്ടുണ്ട് എങ്ങനെ പറയാ? കമ്പനിക്ക് തരഫ്സെ കർ ലിയ ഹൈ. അഗലെ മഹീനെ മേ ബി സിംഗപ്പൂർ ജാऊंगी अपने परिवार के साथ. ഇപ്പൊ ആ സ്ത്രീ പറയുന്നതാണിത്. അഗലെ മഹീനെ അടുത്ത മാസം. മഹീന എന്ന് പറഞ്ഞാൽ മാസം. അഗലെ അടുത്ത. അഗലെ മഹീനെ അടുത്ത മാസം. അഗലെ മഹീനെ മേ അടുത്ത മാസത്തിൽ മേ ബി ഞാനും സിംഗപ്പൂർ ജാऊंगी സിംഗപ്പൂരിൽ പോകുന്നുണ്ട്. അപ്പനെ പരിവാർ കെ സാത്ത് സ്വന്തം കുടുംബത്തിന്റെ കൂടെ, ഫാമിലിയുടെ കൂടെ. കുടുംബത്തിന് പരിവാർ എന്ന് പറഞ്ഞാൽ കുടുംബം, ഫാമിലി അങ്ങനെയാ. സോമവാർക്കോ തും ഡ്യൂട്ടി ജോയിൻ കരോഗി ഹേന. സോമവാർക്കോ സോമവാർ തിങ്കളാഴ്ച. നീ തും ഡ്യൂട്ടി ജോയിൻ ചെയ്യില്ലേന്ന് ചോദിക്കുന്നത്. ഡ്യൂട്ടി ജോയിൻ കരോഗി ഹേന. ഡ്യൂട്ടി ജോയിൻ കരോഗെ ഹേന. ഡ്യൂട്ടി ജോയിൻ ചെയ്യില്ലേ? തിങ്കളാഴ്ച നീ ഡ്യൂട്ടി ജോയിൻ ചെയ്യില്ലേ? അപ്പൊ ഇത് ഈ സംഭാഷണങ്ങളൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ സന്ദർഭോചിതമായ സെന്റൻസുകളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഓർഡർ വൈസ് അങ്ങ് ഓർത്ത് വെക്കാൻ പറ്റും. ഇപ്പം വീട്ടിൽ പോയിട്ട് മക്കളെയോ ആരെങ്കിലും മുന്നിൽ നിർത്തിയിട്ട് ഇത് ചോദിച്ചൊക്കെ പഠിക്കാം കേട്ടോ. ഉസീ ദിൻ ഹമാരാ പ്രൊമോഷൻ പാർട്ടി ബി ഹോഗ. ഉസീ ദിൻ അതേ ദിവസം നമ്മുടെ പ്രൊമോഷൻ പാർട്ടിയും ഉണ്ടാവും. ഉസീദിൻ എന്ന് പറഞ്ഞാൽ അതേ ദിവസം. ഹമാര നമ്മുടെ. പ്രൊമോഷൻ പാർട്ടി എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ പാർട്ടി രണ്ട് ഭാഷയിൽ ഉപയോഗിക്കാം. ബി ഹോഗ അതും ഉണ്ടാവും. പ്രൊമോഷൻ പാർട്ടിയും ഉണ്ടാവും. നീ തിങ്കളാഴ്ച ജോയിൻ ചെയ്യുന്ന ദിവസം നമ്മുടെ പ്രൊമോഷൻ പാർട്ടിയും ഉണ്ടാവും. ഉസീദിൻ ഹമാര പ്രൊമോഷൻ പാർട്ടി ബി ഹോഗ. നമ്മുടെ പ്രൊമോഷൻ പാർട്ടിയും അന്നേ ദിവസം ഉണ്ടാവും. അപ്പൊ ഇത് ഒരു ഓഫീസിലൊക്കെ ആണെങ്കിൽ സ്പോക്കൺ ഹിന്ദി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ടാവുമല്ലോ, കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. അപ്പൊ അവരെയൊക്കെ മുന്നിൽ നിർത്തിയിട്ട് നമ്മൾ സംസാരിച്ച് പഠിക്കുക. ഇൻട്രസ്റ്റ് ഉള്ളവരോട് സംസാരിച്ചിട്ടേ കാര്യമുള്ളൂ കേട്ടോ. ഫിർ സോമവാർക്കോ മിൽത്തേ ഹെ. എങ്കിൽ തിങ്കളാഴ്ച കാണാം. അപ്പം ഇവർ സംസാരിച്ചൊക്കെ നമ്മൾ അവസാനിപ്പിക്കുമ്പം ഉപയോഗിക്കുന്ന സെന്റൻസ് ആണ് എങ്കിൽ നാളെ കാണാം, എങ്കിൽ ഞായറാഴ്ച കാണാം, അല്ലെങ്കിൽ അടുത്ത ആഴ്ച കാണാം. സന്ദർഭത്തിനനുസരിച്ച് നമുക്കിത് മാറ്റി കൊടുക്കാം. എങ്കിൽ തിങ്കളാഴ്ച കാണാം. ഫിർ സോമവാർക്കോ മിൽത്തേ ഹെ. അല്ലെ അടുത്ത ആഴ്ചയാന്ന് പറയുന്നെങ്കിലോ ഫിർ അഗലെ ഹഫ്തെ മിൽത്തേ ഹെ. ഓക്കെ. അടുത്ത മാസമാണെങ്കിലോ ഫിർ അഗലെ മഹീനെ മിൽത്തേ ഹെ. ധന്യവാദ്. ധന്യവാദ്